ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈശോ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ചിലരതിൽ വളരെ ശരിയായ ഉത്തരം പറയുന്നുണ്ട്. പക്ഷെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആരാണെന്ന് ലോകം പറയുന്നതിനേക്കാളും പ്രാധാന്യം ദൈവം പറയുന്നതിനാണ്. ഞാൻ ആരാണെന്നാണ് എൻ്റെ ദൈവം പറയുന്നത്. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മളൊരു വിസിറ്റേഴ്സ് മാത്രമാണ് ഈ ഭൂമിയിൽ. ഈ ആത്മീയമായ തലങ്ങളൊന്നും കേട്ടാൽ പോലും വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ ഈ മേഖലയെക്കുറിച്ചൊക്കെ വളരെ പുച്ഛത്തോടെയും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞെരുക്കമുണ്ടാവും. അപ്പോഴൊക്കെ നിങ്ങളെന്ന വ്യക്തി ചതച്ചരയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു പൊട്ടനായോ ഒരു വിഡ്ഢിയായോ ഒരു കോമാളിയായോ ഒക്കെ മാറുന്ന സമയത്ത് നിങ്ങളെങ്ങനെ ഓർക്കണം, ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നതിനല്ല, ഞാൻ ആരാണെന്ന് എൻ്റെ അപ്പം പറയുന്നതിനാണ് പ്രശസ്തി. ഒരു മകന് അപ്പനെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ളൂ, ലോകത്ത് മുഴുവൻ സന്തോഷിക്കേണ്ട ഉത്തരവാദിത്തം ഇല്ല. എനിക്ക് ജന്മം നൽകിയ അപ്പനോട് ഉള്ള എൻ്റെ കടമകളാണ് മറ്റുള്ള എല്ലാത്തിനേക്കാളും വലിയ കാര്യം. സോ എൻ്റെ സൃഷ്ടാവ് എന്നിലൂടെ ചെയ്യുന്ന പ്രവർത്തികൾ, അല്ലെങ്കിൽ എൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഞാൻ ആരാണ് എന്നുള്ളതിനാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കാര്യം. എന്നെ ഒരു കഴുതയാക്കി നിർത്താനാണ് എൻ്റെ സൃഷ്ടാവ് ആഗ്രഹിച്ചതെങ്കിൽ ഞാൻ എൻ്റെ സ്വർഗത്തിലെ കഴുതയാണ്. അത് കുഴപ്പമില്ല, സ്വർഗത്തിലെ കഴുതിയാവുന്നതിൽ എന്താ മോശക്കാരിയാണോ അത്? സോ എൻ്റെ ദൈവം പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യില്ല. എന്നെ മോശക്കാരാക്കുന്ന തരത്തിലുള്ള ഒന്നും ദൈവം ചെയ്യില്ല. ദൈവം തിന്മ പ്രവർത്തിക്കില്ല. അപ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ കണ്ണിലൂടെ നിങ്ങളെ കാണാൻ നിങ്ങൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ യാത്രയിൽ തളർന്നു പോകും. ഒരു റെസിപ്പി പോലും ഓർത്ത് വയ്ക്കാൻ പറ്റാത്തൊരു ബ്രെയിനാണ് എൻ്റെ. എനിക്ക് കാര്യങ്ങൾ ഓർമ്മ നിൽക്കുന്നില്ല. ഒരു പക്ഷേ ഞാൻ ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോയിട്ടാണോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പലതും പറ്റില്ല. പക്ഷെ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന ഈ ആത്മീയമായിട്ടുള്ള വാക്കുകളൊക്കെ 2025 എനിക്ക് അനുഭവം ഉണ്ടായത് ആവണമെന്നില്ല. ഞാൻ 2017 മുതലുള്ള എക്സ്പീരിയൻസ് ആണ് പലപ്പോഴായിട്ട് പറയുന്നത്. അതൊക്കെ എൻ്റെ തലയിലുണ്ട്. അതായത് എൻ്റെ തലയിൽ എന്തൊക്കെ ഇരിക്കണം എന്തൊക്കെ ഇരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. എന്നുവെച്ചാൽ ഒരു റെസിപ്പി പഠിക്കുന്നത് മോശമായിട്ടല്ല, ഇപ്പം എനിക്ക് അതിനോട് കുറച്ചൊരു ടേസ്റ്റും ഒരു താല്പര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പല കാര്യങ്ങളും വളരെ നിസ്സഹായമായി ഞാൻ ഒരുപാട് തവണ തളർന്നിരുന്നിട്ടുണ്ട്. ദൈവം ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത്. അപ്പോൾ അറിയില്ല, കഴിവില്ല, പോരാ എന്നൊക്കെ ലോകം പറയുമ്പോഴും ദൈവം ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. എനിക്കിവിടെ വന്നപ്പോൾ കുറേ സുഹൃത്തുക്കളൊക്കെ കിട്ടി. ഇവിടെയൊക്കെ ജനിച്ചു വളർന്ന മലയാളികളായതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെയുള്ള മനുഷ്യരാണ്. ഇതിൻ്റെ ഇടയിൽ ഏറ്റവും പ്രായമുള്ള ആൾ ഞാനാണെങ്കിലും എന്നെ കാണാനില്ല അവരുടെ ഇടയിൽ. ഞാൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്ര ചെറിയ ആളാക്കിയിട്ട് മാറ്റിയത്? കുറച്ചും കൂടെ ഒക്കെ ഒരു വലിയ ആളാക്കാമായിരുന്നില്ലേ? അങ്ങനെയൊന്നും ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്താണോ, നിങ്ങളുടെ ശരീരഘടന എന്താണോ, നിങ്ങൾ കറുത്തിട്ടാണോ, നിങ്ങൾ വെളുത്തിട്ടാണോ, നിങ്ങൾ മുടിയുള്ള ആളാണോ, മുടിയില്ലാത്ത ആളാണോ, അത് അപ്പൻ്റെ ഇഷ്ടമാണ്. അതൊരിക്കലും നിങ്ങൾക്ക് തിന്മയാക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നിങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സ്വഭാവ പ്രത്യേകതകൾ. നിങ്ങളൊരു പക്ഷേ വീട്ടിലാണ് നിങ്ങളുടെ അപ്പനമ്മയാണ് എങ്കിൽ തന്നെയും നിങ്ങൾക്ക് അവരുമായിട്ടൊരു കണക്ഷൻ കിട്ടാത്ത എക്സ്പീരിയൻസ് ഉണ്ടാകും. ഇതൊക്കെ ഈ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെയൊക്കെ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങൾ. അതല്ലാതെ നിങ്ങൾ ധൂർത്തുപുത്രനായതുകൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളല്ല അതൊന്നും. മനുഷ്യരിൽ നിന്നും ദൈവം നിങ്ങളെ വേർതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് തരും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വല്ലാത്ത പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോവോ പരാജയപ്പെട്ടു പോവോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ പോരാ എന്ന് തോന്നിപ്പിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് തവണ ഉണ്ടാകുമ്പോഴും ഞാൻ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കും, ഉപേക്ഷിച്ച് കളഞ്ഞെടുത്ത് നിന്നാണ് കർത്താവിനെ തിരഞ്ഞെടുത്തത്. അതായത് ഇതൊന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഇങ്ങനെ തട്ടൂലേ, അവിടെ നിന്നുമാണ് കർത്താവ് എന്നെ വിളിച്ചിട്ടുള്ളത്. സോ എനിക്ക് മനുഷ്യന്മാരെന്ന് പറയുന്നതിന് വലിയ പ്രശസ്തിയില്ല. നമ്മുടെ കമ്മിറ്റ്മെൻറ്റുകൾ ദൈവത്തോടായാൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ കരം പിടിച്ച് നടക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കമ്മിറ്റ്മെൻറ്റുകൾ മനുഷ്യരോട് എപ്പോൾ ആവുന്നു അപ്പം മുതൽ നമ്മുടെ ദൈവം ആരാണ്? മനുഷ്യരാണ്. ഒരു സ്ഥലത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം എനിക്ക് പറഞ്ഞു, നിൻ്റെ സൗഖ്യം എനിക്കൊരു ഉൾപ്രേരണ ഉണ്ടായി, ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, ഇപ്പോൾ ജോലി ഞാൻ രാജിവെക്കണം. ഒരുപാട് പേരെന്നെ എതിർത്തു, ഇത് മണ്ടത്തരമാണെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ എനിക്ക് ഉൾപ്രേരണയെ ഞാൻ കുറച്ചും കൂടെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പം എനിക്ക് കുറച്ച് ലോകത്തിൻ്റെതായ കുറേ ടെൻഷൻസ് വരുന്നുണ്ട്, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ദൈവത്തെ കണ്ണും പൊട്ടി വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ രാജിവെച്ച് ആരും പറഞ്ഞ് കേൾക്കാതെ നാട്ടിലേക്ക് പോയി. ദൈവം എന്നെ സ്ട്രഗിളുകളിലൂടെ തന്നെ കടത്തിക്കൊണ്ടുപോയതെങ്കിലും ഭയങ്കരമായ ലെസൺസ് ഞാൻ പഠിച്ചു. ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ മടങ്ങി വന്നപ്പോൾ എനിക്ക് എവിടെ ജോലി നഷ്ടപ്പെട്ടോ അത് ദൈവം എനിക്ക് തിരിച്ചു തന്നു. മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ, ഒരിക്കൽ രാജിവെച്ച് പോയ സ്ഥലത്ത് നിന്ന് കൃത്യമായിട്ട് നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ദൈവം ജോലി തരുന്നു?
മനുഷ്യന്മാരുടെ ബുദ്ധിക്ക് പോലും അതീതമാണ് ഈ കാര്യങ്ങൾ. ഇതെങ്ങനെ കറക്റ്റ് ഇങ്ങനെ കിട്ടി എന്നാണ് ആളുകൾ ചോദിക്കുക. അതുപോലെ ആ ജോലി വെച്ച് പോയപ്പോൾ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിരുന്നോ അതൊക്കെ ദൈവം എനിക്ക് ഇരട്ടിയായിട്ട് തന്നു. അപ്പം ഞാൻ ആരിലാണ് വിശ്വസിക്കേണ്ടത്? ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത്. പിന്നെ മനുഷ്യരെ ഭയക്കരുത്. സൽപ്പേര് ഞാൻ കണ്ടിട്ടുണ്ട്, സ്റ്റാറ്റസ് നിങ്ങളുടെ. ഞാൻ പലപ്പോഴും വിചാരിക്കാം, അപ്പാ നീ പറയുന്ന രീതിയിൽ ഞാൻ പോരായ്മയുള്ള ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നീ പറയുന്ന വിശ്വാസത്തിൻ്റെ തലം, ഞാൻ അനുഭവിക്കുന്ന ആത്മീയത, സ്നേഹം, ഈ ഒരു രീതിയിലൊക്കെ ഞാൻ ഇവിടെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നല്ല ചീത്തപ്പേരുണ്ടാകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് വട്ടാണെന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ കല്ലെറിയാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വിളിച്ചിറക്കിയവൻ ദൈവമാണെങ്കിലേ ഒരു കല്ല് എന്നിലേക്ക് വരുന്നതിന് മുമ്പ് ആ കല്ല് എന്നെ തടയാൻ കഴിയുന്നവനാണ് എൻ്റെ അപ്പൻ. എൻ്റെ അപ്പൻ അറിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വിഷമം എനിക്ക് വരുന്നതെങ്കിലേ അതിനപ്പുറത്ത് എനിക്കൊരു അനുഗ്രഹം വരാൻ പോകുന്നുണ്ട് എന്നുള്ളതിനാണ് അതിന് അർത്ഥം. അപ്പോൾ ദൈവം പറഞ്ഞ വഴിയിലൂടെ മാത്രം നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ലോകം നിങ്ങളെ മനസ്സിലാക്കില്ല, ലോകം നിങ്ങളോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ദൈവഭക്തൻ ഭീരുത്വം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്കൊരു സുഹൃത്തുണ്ട്, അപ്പോൾ അവൻ്റെ വിവാഹമായിരുന്നു. അപ്പോൾ അവനുമായിട്ട് എനിക്കൊരു ആത്മീയ ബന്ധമുണ്ട്. അപ്പോൾ ഒരു പുരുഷനുമായിട്ടൊരു ആൺകുട്ടിയുമായിട്ടൊരു ആത്മീയ ബന്ധമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചിന്തയൊന്നും ആയിരിക്കണമെന്നില്ല. സ്പിരിച്വാലിറ്റിയുടെ ലോകത്തെക്കുറിച്ച് അറിയാത്തവർക്ക് പല കാര്യങ്ങളും മനസ്സിലാവില്ല. സോ ഞാൻ ദൂരെ ആയിരുന്ന സമയത്തായിരുന്നു എൻ്റെ വിവാഹം. സോ ആ സമയത്ത് ഞാൻ പൈസ ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ കടം വാങ്ങി അവൻ വിവാഹത്തിന് വേണ്ടി ഞാൻ വളരെ ദൂരെ നിന്നും എത്തിച്ചേർന്നു. അപ്പം ഞങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച്, ഈ സ്പിരിച്വൽ കണക്ഷനെ കുറിച്ചൊന്നും മറ്റുള്ളവർക്ക് അറിയില്ല. അപ്പോൾ എനിക്കത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും പറ്റില്ല. അപ്പം എൻ്റെ സുഹൃത്താണെന്ന് അറിയാം, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണെന്ന് അറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്പിരിച്വൽ ജേർണിയിൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇൻഡയറക്റ്റ്ലി. അപ്പം ഞാൻ എന്ത് റിസ്ക് എടുത്തും അതിന് വരുവാണ്. അപ്പോൾ അത് ഇത്രയും വലിയ എഫേർട്ട് എടുത്ത ഒരാൾ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, ഇതിൻ്റെ ആവശ്യമുണ്ടോ, എന്താ ഇപ്പം അത് എന്നൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യചിഹ്നം അവിടെ ഉണ്ടായി. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളത്, സ്നേഹത്തിൻ്റെ പേരിൽ ഒരാളും നിനക്കെതിരെ സംസാരിക്കില്ല. ദൈവം അനുവദിക്കാത്തതൊന്നും നിന്നിലേക്ക് വരില്ല. അങ്ങനെ പിന്നെ ദൈവത്തിന് എല്ലാ മനുഷ്യരും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ 365 കോടി ജനത്തിനെയും ബോധിപ്പിച്ചിട്ട് അവരുടെ ബുദ്ധിക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലല്ല ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യം ചെയ്യുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യം ചെയ്യുമ്പോൾ അതൊക്കെ ദൈവമാണത്. ആ ദൈവത്തിന് ആരും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ഷൻ ചെയ്തതുപോലെ, അങ്ങനെ ഒരു കാര്യം ചെയ്തത് വഴി എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും, പക്ഷേ എന്നെ അതൊന്നും ബാധിച്ചിട്ടില്ല. ദൈവം എന്നെ ഈ ചൂളയുടെ നടുവിലും സംരക്ഷിച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് നിങ്ങൾ നടക്കാൻ പാടുള്ളൂ. ഞാൻ ഈ നഗരത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ദൈവമേ, ഇവിടെ എളിമപ്പെട്ടാലും സ്നേഹം പ്രകടിപ്പിച്ചാലും അല്ലെങ്കിൽ സാരമില്ല മറ്റുള്ളവർ ആയിക്കോട്ടെ എനിക്കൊന്നും വേണ്ട എന്നുള്ളൊരു മൈൻഡിലേക്ക് നിന്നാലും എല്ലാവരും നമ്മളെ വല്ലാതെ ചെറുതാക്കി കളയുന്നു. അപ്പം ഈ ആറ്റിറ്റ്യൂഡും വെച്ചോട് ജീവിക്കാൻ പറ്റില്ല, നീ പറഞ്ഞ സ്പിരിച്വാലിറ്റിയും വെച്ച് എന്ന് എനിക്ക് തോന്നി. അപ്പം എൻ്റെ ഉള്ളിലൊരു സ്വരം ഇങ്ങനെ കേട്ടു, നിന്നെ വിളിച്ചവനോടുള്ള വിശ്വസ്തത, അല്ലെങ്കിൽ നീ എന്താണോ അങ്ങനെ ആയിട്ട് ഈ ഇവിടെ നീ ജീവിച്ച് കാണിക്കണം. മറ്റുള്ളവർക്ക് ഒരു അങ്ങനെയും മനുഷ്യരുണ്ടെന്ന് ദൈവം നിങ്ങളിലൂടെ പറയുവാണ് ഈ ലോകത്തോട്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ കൊന്ത കൈപിടിച്ച് നടക്കുമ്പോൾ, ബൈബിൾ കൈപിടിച്ച് നടക്കുമ്പോൾ ഒരു വലിയ വിഭാഗം ചെയ്യാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും നിങ്ങൾക്കാണ് കുഴപ്പമെന്ന്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്കൊരു സത്യത്തെ അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ അതനുസരിച്ച് ജീവിക്കുന്നു. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എനിക്കറിയാവുന്ന സത്യത്തെ അനുസരിച്ചേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ കടന്നു വന്ന ആത്മീയ തലങ്ങളിലൂടെ കടന്നു വരാത്ത ഒരു മെജോറിറ്റി ഓഫ് പീപ്പിൾ എങ്ങനെ ജീവിക്കുന്നുണ്ട് അതനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരിക്കലും എനിക്ക് അൾത്താരയിൽ പ്രസംഗിക്കാനുള്ളൊരു അവസരം കിട്ടി. ഞാൻ അൾത്താരയിലോട്ട് കയറുമ്പോൾ അൾത്താരയിൽ സൈഡിൽ ആ ശുശ്രൂഷകൻ നിൽക്കുന്ന ഭാഗത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സെറാഫിൻ മാലാഖകൾ പോലും മുഖം പൊത്തി കാലുപൊത്തി നിന്ന അപ്പൻ്റെ അൾത്താര. അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന അനുഭവം എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. എങ്കിലും ഞാൻ അവസാനിപ്പിച്ചു, എത്ര ശക്തമായൊരു ഇടമാണിത്, അത്യുന്നതനിരിക്കുന്ന ഇടമല്ലേ അൾത്താര. അങ്ങനത്തെ ചിന്തയൊക്കെയാണ് എനിക്ക് വരുന്നത്. പക്ഷെ എനിക്ക് മുമ്പ് വന്നവരും എനിക്ക് പിന്നെ വന്നവരും ശ്രമിച്ചത് അവർക്ക് നന്നായി പ്രസംഗിക്കാൻ അറിയാം, നല്ല ശക്തമായ വാക്കുകൾ, വോയിസ് മോഡുലേഷൻ. ഞാൻ നൂറുകണക്കിന് പ്രസംഗം പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷെ അൾത്താരയുടെ സൈഡിൽ നിന്നപ്പോൾ എനിക്ക് അവിടെ രാജാവ് ദൈവമാണ്, ഭൃത്യനാവാനേ പാടുള്ളൂ. പ്രസംഗകലകളുടെ മഹത്വം പ്രസംഗിച്ച് വലിയവനാവാൻ പോരാൻ നിൽക്കരുത്. അൾത്താരയാണത്. അവിടെ വലിയ ആൾ കളിക്കാൻ പോകാൻ പാടില്ല.
നിശബ്ദമായി പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. ഒരു ആവറേജ്, ഒരു പാസ് മാർക്ക് കിട്ടുന്ന ഒരു പ്രസംഗം. മുമ്പ് പറഞ്ഞവരും പുറകെ പറഞ്ഞവരും അതിഗംഭീരമാക്കിയ ഒരു കാര്യം ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. കാരണം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്ത അൾത്താരയിലെ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്ന അൾത്താരയാണ്. അത് അവർ ചിലപ്പോൾ ചിന്തിക്കണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്കൊരു അവസരം കിട്ടുമ്പോൾ അതങ്ങോട്ട് കത്തിക്കയറി പറയണം എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. പക്ഷെ എനിക്കറിയാവുന്നൊരു സത്യമുണ്ട്. വാട്ട് എവർ ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ്, ദൈവം പറഞ്ഞ വഴിയിലൂടെ നടക്കുക. ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് തോന്നും ഇപ്പോൾ ഈ മനുഷ്യന്മാർ വെറുതെ പേടിക്കുകയാണ്. നമുക്ക് തോന്നും ഇപ്പോൾ ഞാനിങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ഇവൻ എന്നെ ഇങ്ങനെ ചെയ്യാൻ പോവാം, ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടല്ലോ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇനി എനിക്ക് ജോലി കിട്ടില്ല, ജോലി അവിടെ അവർ തന്നെ പറഞ്ഞു ഇനി അവരെ തിരിച്ചെടുക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പറഞ്ഞിട്ടല്ലേ ഇറങ്ങി തിരിച്ചത്. പോറ്റാൻ അപ്പൻ അറിയില്ലേ. വിശ്വാസം കൊണ്ട് ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ അതിജീവിക്കണം. ഇനി എന്തെങ്കിലും ഒരു ദൈവം പ്രചോദിപ്പിച്ചതിനെ ഫോളോ ചെയ്തിട്ട് ഒരു നഷ്ടമുണ്ടാകില്ല, 100% ഉറപ്പാണ്. ഇനി അഥവാ നിങ്ങൾക്കൊരു സ്ട്രഗിൾ അവിടെ ഉണ്ടായാൽ അത് നിങ്ങളുടെ നന്മയ്ക്കായിട്ട് മാറ്റാൻ എൻ്റെ അപ്പന് പറ്റും, നമ്മുടെ അപ്പന് പറ്റും. ആ അപ്പൻ ആരാണെന്ന് ബോധ്യമുള്ള മക്കളാവാം. ഒരു ബിസിനസ്മാൻ്റെ മോൻ പോലും എത്ര സ്ട്രോങ് ആയിട്ടാണ് ലോകത്ത് നടക്കുന്നത്. അപ്പോഴാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അപ്പൻ എൻ്റെ അപ്പനാണെന്നുള്ള തിരിച്ചറിവുള്ള മക്കൾ. പരിപാലനയിൽ വിശ്വസിക്കുക. ദൈവത്തിന് നിങ്ങളെ പോറ്റാൻ കഴിയും. ഓരോ മാസവും കടന്നു പോകുന്നത് ദൈവം പോറ്റിട്ടാണ്, അല്ലാതെ ജോലി ചെയ്ത് അധ്വാനിച്ചിട്ടല്ല. ഇതൊരു നഗരമാണ്, ഇവിടെ വളരെ എക്സ്പെൻസീവാണ്. ഓരോ മാസവും കടന്നു പോകണമെങ്കിൽ എവിടെ നിന്നൊക്കെ വാങ്ങണം എന്ന് വെച്ചാൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വരുമ്പോഴൊക്കെ കർത്താവിൻ്റെ പരിപാലനമാണ്. അന്ധമായിട്ട് വിശ്വസിക്കുക, ദൈവം കൂടെ ഉണ്ട്. ബുദ്ധിയുടെ തലം നിങ്ങളെ പരീക്ഷിക്കും. അപ്പോഴൊക്കെ നിങ്ങൾ ദൈവം വീണ്ടെടുത്ത കഥയോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങളോ ഒക്കെ മനസ്സിൽ ധ്യാനിക്കുക. മനസ്സിലാവും. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവാത്തൊരു ദൈവത്തെയാണ് ഞാൻ എൻ്റെ സൃഷ്ടാവ്. അപ്പോൾ പിന്നെ വലിയ ബുദ്ധി ഉപയോഗിക്കാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസിക അവസ്ഥയിൽ തന്നെ അസ്വസ്ഥതകൾ ഉണ്ടാകും. ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക. പരിപാലിക്കാൻ ദൈവത്തിന് അറിയാം. ദൈവം പറഞ്ഞു എന്ന് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ മുന്നോട്ട് പോവാം. ബൈബിള് തുറന്നപ്പോൾ കിട്ടിയ വചനം ഇതാണ്. അപ്പോൾ ഈ കാര്യം അനുസരിച്ച് മുന്നോട്ട് പോവാം. വിശ്വസിക്കാൻ പറ്റണം. ദൈവത്തിൽ അന്ധമായി വിശ്വസിക്കാൻ പറ്റണം. ദൈവം നിങ്ങളെ പോറ്റും. ഒരു കല്ലും ഒരു വാളും നിങ്ങളെ തൊടില്ല. ദൈവം നിങ്ങളുടെ പരിചയമായി മാറും. നിങ്ങൾ ബലഹീനരായിരിക്കാം, നിങ്ങൾക്ക് പോരായ്മ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ചിറകില്ലായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ ചിറകാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും, നിങ്ങൾ വട്ടപൂജ്യമാണെങ്കിലും ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ നടന്ന കനൽ വഴികൾ കർത്താവിനറിയാം. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഈ കാര്യം ചെയ്തതെന്നും കർത്താവിനറിയാം. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത കർത്താവിനറിയാം. നിങ്ങൾ പാപം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കർത്താവിനറിയാം. ഇനി അഥവാ നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ധൂർത്തപുത്രൻ്റെ കഥയിലെ അപ്പൻ എന്നെ വീണ്ടെടുക്കാനും എന്നെ മനസ്തപിച്ചാൽ എന്നെ തിരിച്ചു പിടിക്കാനും സന്നദ്ധനാണ് എന്നൊരു ബോധ്യവും നമ്മുടെ ഉള്ളിലുണ്ടാവണം. എല്ലാ തരത്തിലും നിങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതരാണ്. ലോകത്തെ ഭയപ്പെടരുത്. ഇത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. ലോക മനുഷ്യരെയും ഭയപ്പെടരുത്. ഇതിനൊന്നും ആവശ്യമില്ല. എല്ലാത്തിനേക്കാളും വലുതാണ് എൻ്റെ ദൈവം. വചനം കൊണ്ട് അതിനെ അതിജീവിക്കാം. എൻ്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവനാണ്. പുറമേ ഉള്ളവൻ എത്ര വലിയവനാണെങ്കിലും അതിനേക്കാൾ വലിയവനാണ് എൻ്റെ ഉള്ളിലുള്ളവൻ എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ദൈവം പറഞ്ഞ പാതയിലൂടെ മാത്രം സഞ്ചരിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെ വന്നാലും ആ പാത വിട്ടു പോവരുത്. നിങ്ങൾ അതിലായിരിക്കുമ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അത്യുന്നതനായ ദൈവമാണ്. ആമേൻ.